ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ സ്വപ്നവുമില്ല, പ്രായോഗികതയുമില്ല. ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ചില പൊള്ളയായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു ബഡ്ജറ്റാണ്. ഇവിടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 50% പോലും പദ്ധതി ചെലവുണ്ടായിട്ടില്ല. അവരാണ് ഇപ്പോൾ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ സാമ്പത്തിക വർഷത്തിൽ 50% പോലും പദ്ധതി ചെലവ് വരുത്താത്ത ഒരു ഗവൺമെൻറ്റാണ് ഞങ്ങൾ ഇന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് പറയുന്നത്. അതിലാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി ഈ ഗവൺമെൻറ് ആകെ 1.5 മാസമാണ് ബാക്കിയുള്ളത്. ഈ 1.5 മാസത്തിനുള്ളിൽ ഏത് പദ്ധതിയാണ് നടപ്പാക്കാൻ കഴിയുന്നത്? അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബഡ്ജറ്റാണ്. ഇവിടെ പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജ്, തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ 2500 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഒന്നും നടന്നില്ല. വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഒന്നും നടന്നില്ല. അപ്പോൾ പ്രഖ്യാപനങ്ങളല്ലാതെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒന്നും ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ട ഗവൺമെൻറ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇപ്പോൾ ചെറിയൊരു തുക വെച്ചു എന്നുള്ളതല്ലാതെ എന്താ ഉള്ളത്? അതുപോലെ തന്നെ പെൻഷൻ കൂട്ടിക്കൊടുത്തോ? കൊടുത്തില്ലല്ലോ. ക്ഷേമ പെൻഷൻ കൂട്ടുമെന്നുള്ളതായിരുന്നു ഇവരുടെ പ്രഖ്യാപനം. അത് കൂട്ടിക്കൊടുത്തില്ലല്ലോ. അങ്ങനെ സർക്കാർ ജീവനക്കാരെയും ജനങ്ങളെയും കബളിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റിനാണ് നമ്മൾ ധനകാര്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വമില്ലാത്തത് കൊണ്ട് എന്ത് പ്രഖ്യാപനവും നടത്താമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ധനകാര്യമന്ത്രി ഈ പ്രഖ്യാപനങ്ങളൊക്കെ ബഡ്ജറ്റിലൂടെ നടത്തിയിട്ടുള്ളത്. കാരണം ഇത് നടത്തേണ്ട ഉത്തരവാദിത്വം വരുന്ന ഗവൺമെൻറ്റിൻ്റെ ആണ്. അതുകൊണ്ട് ആ ഗവൺമെൻറ് തലയിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഇതിൻ്റെ പൊള്ളത്തരം തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസവും ഇല്ലാത്ത ബഡ്ജറ്റ്. അതേ ഞാൻ പറഞ്ഞേ, സ്വപ്നവുമില്ല, പ്രായോഗികതയുമില്ല. കുറേ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തി എന്നുള്ളതല്ലാതെ ഈ ബഡ്ജറ്റ് ഒന്നുമില്ല. ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതല്ല. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ഗുണകരമായിട്ടുള്ളൊരു ബഡ്ജറ്റല്ല. കാരണം ഈ ബഡ്ജറ്റ് നടപ്പാക്കാൻ ഉത്തരവാദിത്വമില്ലാത്ത, അല്ലെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ മാത്രമാണിത്.